ആലപ്പുഴ കരുവാറ്റയിൽ വയോധികൻ കൊല്ലപ്പെട്ട കേസ് ദേശീയ തലത്തിൽ വരെ ചർച്ചയായ സംഭവമാണ്. കൗമാരക്കാരായ കുട്ടികൾക്ക് നമ്മുടെ നിയമ സംവിധാനം എന്ത് ശിക്ഷ നൽകുമെന്ന ചോദ്യം പൊതുസമൂഹത്തിൽ ഉയരുന്നുണ്ട്. ഈ കേസിന്റെ തുടർ നടപടികൾ സുപ്രീം കോടതിയുടെ നിരീക്ഷണത്തിലാണിപ്പോൾ. സുപ്രീം കോടതി നിയോഗിച്ച ബാലാവകാശ നിയമവിദഗ്ധർ 8ാം ക്ലാസ്സുകാരി ഉൾപ്പെടെയുള്ള കുറ്റാരോപിതരുമായി വീഡിയോ കോളിലൂടെ സംസാരിച്ചു. കുട്ടികളെ കൗൺസിലിംഗിന് വിധേയരാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം ആൺകുട്ടികളായ 3 പേരെയും ശനിയാഴ്ച ഹാജരാക്കാൻ ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് ഉത്തരവിട്ടു. കുട്ടികൾ കുറ്റാരോപിതരാകുന്ന കേസിന്റെ വിചാരണ വേളയിലടക്കം സുപ്രീം കോടതി നിയോഗിക്കുന്ന നിയമവിദഗ്ധരുടെ നിരീക്ഷണമുണ്ടാകും. ഇതിന്റെ ഭാഗമായാണ് കരുവാറ്റ കേസിലെ ഇടപെടൽ. സുപ്രീം കോടതി നിയോഗിച്ച ബാലാവകാശ നിയമവിദഗ്ധരാണ് കുറ്റാരോപിതരായ കുട്ടികളുമായി വീഡിയോ കോളിലൂടെ സംസാരിച്ചത്. കോഴിക്കോട്ടെ നിരീക്ഷണ കേന്ദ്രത്തിൽ കഴിയുന്ന 13-കാരിയുമായും ചേർത്തല മായിത്തറയിലെ നിരീക്ഷണ കേന്ദ്രത്തിൽ കഴിയുന്ന മറ്റു 3 പേരുമായാണ് സംസാരിച്ചത്. കുട്ടികളെ കൗൺസിലിംഗിന് വിധേയരാക്കാൻ ഇവർ നിർദ്ദേശിച്ചിട്ടുണ്ട്. കേരള നിയമസഹായ സമിതിയിലെ അംഗങ്ങളും മായിത്തറയിലെ നിരീക്ഷണ കേന്ദ്രത്തിലെത്തി 3 കുട്ടികളുമായി സംസാരിച്ച് വിവരം ശേഖരിച്ചു. അടുത്ത ദിവസം ഇവർ കോഴിക്കോട് പോയി പെൺകുട്ടിയെയും കാണും. ആൺകുട്ടികളായ 3 കുറ്റാരോപിതരെ ശനിയാഴ്ച ഹാജരാക്കാൻ ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് ഉത്തരവിട്ടു. ചേർത്തല മായിത്തറയിൽ നടന്ന സിറ്റിംഗിൽ പോലീസിന്റെ അപേക്ഷ പരിഗണിച്ചാണ് ഉത്തരവ്. വിവരശേഖരണത്തിനും തൊണ്ടിമുതൽ കണ്ടെത്തുന്നതിനും തെളിവെടുക്കുന്നതിനുമായി ഇവരെ കസ്റ്റഡിയിൽ വിടണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കയ്യുറ ഉപയോഗിച്ചാണ് കൃത്യം നടത്തിയത്. ഇത് എവിടെ നിന്ന് വാങ്ങിയതെന്ന് കണ്ടെത്തണം. കൊല്ലത്ത് നിന്ന് ട്രെയിനിൽ ഹരിപ്പാട്ടെത്തിയ ഇവർ ഓട്ടോറിക്ഷയിലാണ് കരുവാറ്റയിൽ വന്നത്. ഇവരെ ഓട്ടോറിക്ഷ ഡ്രൈവർ തിരിച്ചറിയുമോ എന്നും പരിശോധിക്കണം. ഈ വിവരങ്ങൾ പോലീസിന് വേണ്ടി സീനിയർ പബ്ലിക് പ്രോസിക്യൂട്ടർ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിനെ അറിയിച്ചു. കുറ്റാരോപിതർ പ്രായപൂർത്തിയാകാത്തവരായതിനാൽ ആദ്യം ചോദ്യം ചെയ്യലിനു പകരം അഭിമുഖം നടത്താനേ അനുമതി ലഭിക്കൂ. ഈ സമയം ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെ സാന്നിധ്യവും വേണം. കരുവാറ്റയിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന കൊല്ലം പരവൂർ കൊച്ചാലുമൂട് സരസ്വതി നിവാസിൽ ശിവൻകുട്ടി ചെട്ടിയാർ 15-ന് രാത്രിയിലാണ് കൊല്ലപ്പെട്ടത്. അടുത്ത ബന്ധുവായ പെൺകുട്ടിയുടെ നിർദ്ദേശപ്രകാരം കാമുകനും സുഹൃത്തുക്കളും ചേർന്ന് കൊല നടത്തിയെന്നാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. സ്വർണ്ണാഭരണങ്ങൾ കവരാനായിരുന്നു കൊലപാതകം. കേസിലെ പ്രതികൾ കുട്ടികളാണെന്നറിഞ്ഞത് നാടിനെയാകെ നടുക്കിയിരിക്കുന്നു. ന്യൂസ് 18 ആലപ്പുഴ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.